തക്കാളി ചട്നിയും പൊടി മസാലയൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇഡ്ഡലി ദോശ ബാറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ പഠിക്കാം. ഞാനിവിടെ 3 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഈ ഉഴുന്നിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകിയെടുക്കണം. അരി വേറെ പാത്രത്തിലും ഉഴുന്നും ഉലുവയും കൂടെ വേറെ പാത്രത്തിലുമാണ് ഇട്ടിരിക്കുന്നത്. രണ്ടും ഞാൻ 4-5 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. സോക്കായതിനു ശേഷം നമുക്ക് ആദ്യം തന്നെ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നീട് നമുക്ക് ഉഴുന്നും ഉലുവയും കൂടെ അരച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റാണ് പച്ചരി അരയ്ക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം വെള്ളം ഒഴിക്കാതെ തന്നെ ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചോറും ഉഴുന്നും കൂടെ അരച്ചതാണ്. അതിലേക്ക് പച്ചരി അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ബാറ്റർ എപ്പോഴും പെർഫെക്റ്റ് ആവണമെങ്കിൽ 3 സ്റ്റെപ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി. ആദ്യത്തേത് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുക, പിന്നെ മിക്സ് ചെയ്യുക, പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ബാറ്റർ റെഡി ആവുന്നത്. ഞാനിപ്പോൾ ഏകദേശം 2 കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. കുറഞ്ഞത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ മാവ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഇത് അധികം തണുപ്പില്ലാത്തൊരു സ്ഥലത്ത് 7-8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ മാവ് 2-3 ദിവസം നമുക്ക് അധികം പുളിപ്പില്ലാത്ത ദോശയും ഇഡ്ഡലിയും ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ദോശയാണ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇഡ്ഡലിക്കാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർക്കാം. ഞാനൊരു തവി മാവെടുത്ത് നല്ല ക്രിസ്പി ഒരു ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെൻറ്റിൽ ഏകദേശം നമുക്കൊരു 18 to 20 ദോശ ചുട്ടെടുക്കാൻ പറ്റും. മീൽ പ്രപ്പൊക്കെ ചെയ്യുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ.